ഹായ് ഡിയേഴ്സ്, ഇന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹാവ് ഹാസ് ഇവയുടെ കൃത്യമായ പ്രയോഗം എങ്ങനെ എന്നുള്ളതാണ്. വെൽക്കം ടു ഷിയാബ്സ് വ്ലോഗ്സ്. ആദ്യമായും നിങ്ങൾ എൻ്റെ ചാനൽ വാച്ച് ചെയ്യുന്നെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, ഇന്ന് ഈ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് അതിന് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന് ഹാവ് ഓർ ഹാസ് പ്ലസ് നൗൺ ഓർ അഡ്ജക്റ്റീവ്, ദെൻ ഹാവ് ഓർ ഹാസ് പ്ലസ് V3 വെർബ് തേർഡ് ഫോം ഓഫ് ദ വെർബാണ് എന്ത് ചെയ്യുക, ഹാവ് ഹാസിന്റെ കൂടെ പൊതുവെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ ഹാവ് ഹാസ് ഇവയുടെ പ്രയോഗം വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കാൻ പോകണം. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹാവ് ഓർ ഹാസ് പ്ലസ് നൗൺ ഓർ അഡ്ജക്റ്റീവ്. അപ്പൊ ഇതിനൊക്കെ ഉണ്ട് എന്നാണ് മീനിങ് ഉള്ളത്. ഇപ്പോൾ ഹാവ്, ലെറ്റ്സ് ഡിസ്കസ് ഹാവ്. അപ്പോൾ രണ്ട് ഓക്സിലറിക്ക് ഒരേ മീനിങ് വരുമ്പോൾ അവിടെ സബ്ജക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സബ്ജക്റ്റ് സിംഗുലറും പ്ലൂരലും ആണോ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ സബ്ജക്റ്റ് പ്ലൂരൽ വരുമ്പോൾ ഇൻക്ലൂഡിങ് ഐ ഉൾപ്പെടെ, ഐ എന്താണ് പ്ലൂരൽ ഗണത്തിലാണ് ഈ ഹാവിന്റെ കേസിൽ വരുന്നത്. അപ്പോൾ ഐ, യു, ദേ, വി ഇവയൊക്കെ വരുമ്പോൾ ഉണ്ട് എന്ന് പറയാം. നമുക്കൊരു പൊസഷൻ, നമ്മളെ കൈവശം ഒരു സാധനം ഉണ്ട്, ഒരു വസ്തു ഉണ്ട്, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഉണ്ട് എന്നൊക്കെ പറയാൻ എന്ത് ചെയ്യണം, ഹാവ് ആണ് ഉപയോഗിക്കുക. ഓക്കെ, ആസ് എൻ എക്സാമ്പിൾ, ഐ ഹാവ് എ ഡ്രൈവിംഗ് ലൈസൻസ്. എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. ദേ ഹാവ് എ ക്ലാസ് ടുഡേ. ഇന്ന് അവർക്ക് ക്ലാസ് ഉണ്ട്. ആൻഡ് വി ഹാവ് എ മീറ്റിംഗ് ടുഡേ. ഞങ്ങൾക്ക് ഇന്ന് ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് എന്താ മീനിങ് കിട്ടിയത്, ഉണ്ട് എന്നാണ്. ഐ ഹാവ് എനിക്കുണ്ട്, ദേ ഹാവ് അവർക്കുണ്ട്, വി ഹാവ് നമുക്ക് ഉണ്ട്. ഇനി ഇതിന്റെ കൂടെയൊക്കെ പ്രവർത്തനങ്ങൾ വരുമ്പോൾ എന്താവും, പ്രവർത്തനങ്ങൾ വരുമ്പോൾ തേർഡ് ഫോം ഓഫ് ദ വെർബാണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ നമുക്കത് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഈ ഹാവ് എന്നുള്ളതിന്റെ ക്വസ്റ്റ്യൻ ഫോം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ ഹാവ് എന്നുള്ളതിന്റെ മീനിങ് ഞാൻ പറഞ്ഞു ഉണ്ട് എന്നാണ്. അപ്പോൾ ഐ ഹാവ് എ ഡ്രൈവിംഗ് ലൈസൻസ്. എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ, ക്വസ്റ്റ്യൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ചോദ്യം ഉണ്ടോ എന്നാണല്ലോ വരിക. അപ്പോൾ ഹാവിനെ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്യണം, ഡു പ്ലസ് ഹാവ് ആയിട്ട് ഉപയോഗിക്കാം. ഹാവ് പ്ലസ് നൗൺ ഓർ അഡ്ജക്റ്റീവിനെ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് മാറ്റുമ്പോൾ ഡു പ്ലസ് ഹാവ് ആയിട്ട് ഉപയോഗിക്കും. ഇപ്പൊ ഡു യു ഹാവ് എ ഡ്രൈവിംഗ് ലൈസൻസ്. നിനക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ? ആൻഡ് another example, do they have class today? അവർക്ക് ഇന്ന് ക്ലാസ് ഉണ്ടോ? Do they have class today? അവർക്ക് ഇന്ന് ക്ലാസ് ഉണ്ടോ? അപ്പോൾ yes, they have means അവർക്കുണ്ട്. Do they have അവർക്കുണ്ടോ? Then do we have a meeting today? നമുക്ക് ഇന്ന് മീറ്റിംഗ് ഉണ്ടോ? Yes, we have a meeting. അതെ, നമുക്ക് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഹാവ് ഉണ്ട് എന്നാണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്തായി, ഉണ്ടോ എന്നാകും. ഓക്കെ, ഇനി ഹാവിന്റെ കൂടെ നെഗറ്റീവ് നോട്ട് വരുമ്പോൾ എന്താവും, ഇല്ല എന്നാവും. അപ്പോൾ ഐ ഡോണ്ട് ഹാവ് എ ഡ്രൈവിംഗ് ലൈസൻസ്. ഐ ഡു നോട്ട് ഹാവ് എന്നുള്ളതിനെ ചുരുക്കി നമുക്ക് ഐ ഡോണ്ട് ഹാവ് എന്ന് പറയാം. ഐ ഡോണ്ട് ഹാവ് എ ഡ്രൈവിംഗ് ലൈസൻസ്. എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല. ആൻഡ് ദേ ഡോണ്ട് ഹാവ് ക്ലാസ് ടുഡേ. ഇന്ന് അവർക്ക് ക്ലാസ് ഇല്ല. ദേ ഹാവ് മീൻസ് അവർക്കുണ്ട്, ദേ ഡോണ്ട് ഹാവ് അവർക്കില്ല. ദേ ഡോണ്ട് ഹാവ് ക്ലാസ് ടുഡേ. ഇന്ന് അവർക്ക് ക്ലാസ് ഇല്ല. വി ഡോണ്ട് ഹാവ് എ മീറ്റിംഗ്. നമുക്ക് മീറ്റിംഗ് ഇല്ല. വി ഡോണ്ട് ഹാവ് എ മീറ്റിംഗ് ടുഡേ. നമുക്ക് ഇന്ന് മീറ്റിംഗ് ഇല്ല. ഓക്കെ, അപ്പോ ഹാവ് ഉണ്ട്, ഡു പ്ലസ് ഹാവ് വരുമ്പോൾ ഉണ്ടോ, ഡോണ്ട് ഹാവ് വരുമ്പോൾ എന്തായി, ഇല്ല എന്നായി ആശയം. ഓക്കെ, ഇനി ഇതിൽ നെഗറ്റീവ് ക്വസ്റ്റ്യൻ സാധ്യമാണ്. അപ്പൊ ഇല്ലേ എന്നാവും ചോദ്യം വരാം. ഇപ്പൊ ഡോണ്ട് ഇല്ല എന്നാണ്. ഇല്ല എന്നുള്ളതിന് ഫസ്റ്റ് വരുമ്പോൾ ഇല്ലേ എന്നാവും. ഇപ്പോ ഡോണ്ട് യു ഹാവ് എ ഡ്രൈവിംഗ് ലൈസൻസ്. നിനക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലേ? ഡോണ്ട് ദേ ഹാവ് ക്ലാസ് ടുഡേ. ഇന്ന് അവർക്ക് ക്ലാസ് ഇല്ലേ? Don't they have class today? And don't we have a meeting today? നമുക്കിന്ന് മീറ്റിംഗ് ഇല്ലേ? Don't we have a meeting today? നമുക്കിന്ന് മീറ്റിംഗ് ഇല്ലേ? അപ്പോൾ ഡോണ്ട് ഫസ്റ്റ് വരുമ്പോൾ എന്താവും മീനിങ് വരെ, ഇല്ലേ എന്നാവും വരെ. അപ്പോൾ ഉണ്ട് എന്നുള്ളതിൽ നിന്ന് ഉണ്ടോ എന്ന് ചോദിക്കാനും, ഇല്ല എന്ന് പറയാനും, ഇല്ലേ എന്ന് ചോദിക്കാനും ഒക്കെ എന്താണ്, ആ ഒരൊറ്റ ഓക്സിലറി നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയാൽ നമുക്ക് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, ഇനി WH ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ് വരിക. WH ഓക്സിലറി സബ്ജക്ട് അങ്ങനെയാണ് പോവുക. ഫോർ എക്സാമ്പിൾ, ഹൗ മെനി ബ്രദേഴ്സ് ഡു യു ഹാവ്? നിനക്ക് എത്ര ബ്രദേഴ്സ് ഉണ്ട്? ഹൗ മെനി ബ്രദേഴ്സ്, ദെൻ ഓക്സിലറി ഡു സബ്ജക്ട് ഡു യു ഹാവ്. നിനക്ക് എത്ര ബ്രദേഴ്സ് ഉണ്ട്? ഹൗ മെനി വെഹിക്കിൾസ് ഡു ദേ ഹാവ്? അവർക്ക് എത്ര വാഹനങ്ങളുണ്ട്? ഹൗ മെനി വെഹിക്കിൾസ് ഡു ദേ ഹാവ്? ഓക്കെ, ഹൗ മെനി എക്സാംസ് ഡു വി ഹാവ്? നമുക്ക് എത്ര എക്സാംസ് ഉണ്ട്?
ഹൗ മെനി എക്സാംസ് ഡു വി ഹാവ്. അപ്പോൾ WH വരുമ്പോൾ എത്രയുണ്ട് എന്നാണ് ആശയം അധികം. ഹൗ മെനി എക്സാംസ് ഡു വി ഹാവ്, നമുക്ക് എത്ര എക്സാംസ് ഉണ്ട് പറഞ്ഞായിരുന്നു. ഉണ്ട് എന്ന് പറയാൻ നമുക്ക് ഹാവും ഹാസും ഉണ്ട്. അപ്പൊ സിംഗുലർ സബ്ജക്ട് വരുമ്പോൾ നമ്മൾ ഹാസ് ആണ് ഉപയോഗിക്കുക. ഏതൊക്കെയാണ് സിംഗുലർ സബ്ജക്ട് ഒന്നിനെ കാണിക്കുന്നത്? ഇപ്പൊ ഹി, ഷീ, ദാറ്റ്, ദിസ്, ഇറ്റ്, ഇതൊക്കെ വരുമ്പോൾ ഹാസ് ആണ് ഉപയോഗിക്കുക. ഇപ്പോ മൈ ഹൗസ് എന്നൊക്കെ പറയുമ്പോൾ സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഹി ഹാസ് 2 ബ്രദേഴ്സ്, അവന് 2 ബ്രദേഴ്സ് ഉണ്ട്. ഷീ ഹാസ് എ 2-വീലർ, അവളുടെ അടുത്ത് 2-വീലർ ഉണ്ട്. ദാറ്റ് മീൻസ് അവൾക്ക് സ്വന്തമായിട്ട് ഒരു 2-വീലർ ഉണ്ട് എന്നാണ് അർത്ഥം. ഷീ ഹാസ് എ 2-വീലർ. ആൻഡ് ദെൻ മൈ ഹൗസ് ഹാസ്, അപ്പൊ സിംഗുലർ സബ്ജക്റ്റ് ഒക്കെ വരുമ്പോൾ ഹാസ് ആണ്. മൈ ഹൗസ് ഹാസ് 2 bedrooms, എൻ്റെ വീടിന് 2 bedrooms ഉണ്ട്. മൈ ഹൗസ് ഹാസ്. അപ്പോ സിംഗുലർ സബ്ജക്റ്റ് ഒക്കെ വരുമ്പോൾ ഉണ്ട് എന്ന് പറയാൻ എന്താ ഉപയോഗിക്കുക? നമ്മൾ ഹാസ് ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഹി ഹാസ്, അവനുണ്ട്. ഷീ ഹാസ്, അവൾക്കുണ്ട്. മൈ ഹൗസ് ഹാസ്, എൻ്റെ വീടിന് ഉണ്ട്. അങ്ങനെയാണ് അതിന്റെ പ്രയോഗം. ഓക്കെ, സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ നമുക്ക് ഉണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും. അപ്പൊ നമുക്ക് അവിടെ ഹാസ് എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡസ് പ്ലസ് ഹാവ് ആയിട്ട് ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഡസ് ഹി ഹാവ് ബ്രദേഴ്സ്, അവന് ബ്രദേഴ്സ് ഉണ്ടോ? ഹാസ് ഹി ബ്രദേഴ്സ് എന്നൊക്കെ ഓൾഡൻ ടൈമിൽ ചോദിച്ചായിരുന്നു. ഹാസിനെ ഫസ്റ്റ് വെച്ചാൽ ഉണ്ടോ എന്നാവും. പക്ഷെ ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന വെച്ചാൽ ഹാസിനെ എന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്യുക. സിംഗുലർ കാണിക്കാൻ ഡസ് ഉപയോഗിക്കുക, പിന്നെ ഹാവ് തന്നെയാണ് അവിടെ ഉപയോഗിക്കുക. ഉണ്ടോ എന്ന് ചോദിക്കണം. അപ്പൊ ഡസ് ഹി ഹാവ് ബ്രദേഴ്സ്, അവന് ബ്രദേഴ്സ് ഉണ്ടോ? അപ്പൊ ഉണ്ട് എന്ന് പറയുമ്പോൾ യെസ് ഹി ഹാസ് ബ്രദേഴ്സ്, അതെ അവന് ബ്രദേഴ്സ് ഉണ്ട്. ദെൻ ഡസ് ഷീ ഹാവ് എ 2-വീലർ, അവൾക്ക് 2-വീലർ ഉണ്ടോ? ഡസ് ഷീ ഹാവ് ആണ്. അപ്പൊ ഷീ ഹാസ്, ഉണ്ട് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഷീ ഹാസ്. ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഡസ് പ്ലസ് ഹാവ് ആയിട്ട് ഉപയോഗിക്കണം. ഡസ് ഷീ ഹാവ് എ 2-വീലർ? യെസ് ഷീ ഹാസ് എ 2-വീലർ. ദെൻ ഡസ് യുവർ ഹൗസ് ഹാവ് 2 bedrooms, നിന്റെ വീടിന് 2 bedrooms ഉണ്ടോ? ഡസ് യുവർ ഹൗസ് ഹാവ്, അവിടെ ഹൗസ് എന്നുള്ള സിംഗുലർ ആണ്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നത്. ഡസ് യുവർ ഹൗസ് ഹാവ് 2 bedrooms, നിന്റെ വീടിന് 2 bedrooms ഉണ്ടോ? യെസ് മൈ ഹൗസ് ഹാസ് 2 bedrooms, അതെ എൻ്റെ വീടിന് 2 bedrooms ഉണ്ട്. ഇനി നമ്മൾ സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ ഇല്ല എന്ന് പറയുന്നത് മനസ്സിലാക്കണം. ഹി ഹാസ്, അവനുണ്ട്. ചോദ്യം എങ്ങനെ? ഡസ് ഹി ഹാവ്, അവനുണ്ടോ? അപ്പൊ നെഗറ്റീവ് വരുമ്പോൾ എന്താവും? ഈ ഡസിന്റ് ഹാവ് എന്നാവും വരിക. ഈ ഡസിന്റ് ഹാവ് 2 brothers, അവന് 2 brothers ഇല്ല. ഹി ഡസിന്റ് ഹാവ് 2 brothers. ആൻഡ് ഷീ ഡസന്റ് ഹാവ് എ 2-വീലർ, അവൾക്ക് 2-വീലർ ഇല്ല. അവളുടെ അടുത്ത് 2-വീലർ ഇല്ല. ഷീ ഹാസ്, അവൾക്കുണ്ട്. ഡസ് ഷീ ഹാവ്, അവൾക്കുണ്ടോ? ഷീ ഡസന്റ് ഹാവ്, അവൾക്കില്ല. ഷീ ഡസന്റ് ഹാവ് 2-വീലർ, അവൾക്ക് 2-വീലർ ഇല്ല. മൈ ഹൗസ് ഡസന്റ് ഹാവ് 2 bedrooms, എൻ്റെ വീടിന് 2 bedrooms ഇല്ല. മൈ ഹൗസ് ഡസന്റ് ഹാവ്, അപ്പൊ സിംഗുലർ കാണിക്കാൻ എന്ത് ചെയ്തു? അവിടെ യൂസ് ഡസ് ഉപയോഗിച്ചു. പിന്നെ ഹാസ് വേണ്ട, ഹാവ് മതി. മൈ ഹൗസ് ഡസന്റ് ഹാവ് 2 bedrooms, എൻ്റെ വീടിന് 2 bedrooms ഇല്ല. ദാറ്റ് വെഹിക്കിൾ ഡസന്റ് ഹാവ് എൻ AC, ആ വാഹനത്തിന് AC ഇല്ല. വാഹനം എന്നുള്ള അവിടെ സിംഗുലർ ആയിട്ട്, അതുകൊണ്ടാണ് ഡസന്റ് ഹാവ് ഉപയോഗിച്ചത്. ദാറ്റ് വെഹിക്കിൾ ഡസന്റ് ഹാവ് എൻ AC, ആ വാഹനത്തിന് AC ഇല്ല. ഇനി നമ്മൾ ഇതിൽ നിന്ന് WH മനസ്സിലാക്കണം. അപ്പൊ അവന് എത്ര ബ്രദേഴ്സ് ഉണ്ട്? അപ്പൊ മുമ്പ് ചെയ്ത പോലെ തന്നെ ഹൗ മെനി യൂസ് ചെയ്യണം. ഹൗ മെനി ബ്രദേഴ്സ് ഡസ് ഹി ഹാവ്, അവന് എത്ര ബ്രദേഴ്സ് ഉണ്ട്? ഹൗ മെനി ബ്രദേഴ്സ് ഡസ് ഹി ഹാവ്. ആൻഡ് ഹൗ മെനി വെഹിക്കിൾസ് ഡസ് ഷീ ഹാവ്, അവൾക്ക് എത്ര വാഹനങ്ങളുണ്ട്? അവളുടെ അടുത്ത് എത്ര വാഹനങ്ങളുണ്ട്? ദെൻ ഹൗ മെനി bedrooms ഡസ് യുവർ ഹൗസ് ഹാവ്, നിന്റെ വീടിന് എത്ര bedrooms ഉണ്ട്? അവിടെ യുവർ എന്ന് കഴിഞ്ഞ് നമ്മൾ എന്ത് വരുന്നു നോക്കണം. യുവർ കഴിഞ്ഞിട്ട് വീട് എന്നാണ്, വീട് സിംഗുലർ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഡസ് പ്ലസ് ഹാവ് ഉപയോഗിച്ചത്. ഹൗ മെനി bedrooms ഡസ് യുവർ ഹൗസ് ഹാവ്, നിന്റെ വീടിന് എത്ര bedrooms ഉണ്ട്? അപ്പൊ ഇതെന്ത് ചെയ്യാൻ നമ്മൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്? ഹാവ് ഹാസ് എന്ന് പറയുമ്പോൾ രണ്ടും ഉണ്ട് എന്നാണ് ആശയം. സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ ഹാസും, പ്ലൂറൽ സബ്ജക്റ്റ് വരുമ്പോൾ ഹാവുമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനും പറയാനും നമ്മൾ ആശയങ്ങൾ കൈമാറാനും ഒക്കെ എന്ത് ചെയ്യും സാധിക്കും. അപ്പൊ ഇത് റിപ്പീറ്റർ ആയിട്ട് എന്ത് ചെയ്യുക? കേൾക്കുക, മനസ്സിലാക്കുക. ഇനി ഞാൻ ഇതിനോട് തന്നെ ചേർത്ത് പറയുന്ന ഒന്ന് വെച്ചാല് ഹാവ് ഓർ ആസ് പ്ലസ് V3 ആണ്. വെൻ യു യൂസ് എനി വെർബ് ഫോം വിത്ത് ഹാവ് ഓർ ഹാസ്, അവിടെ നമുക്ക് ഏത് ഉപയോഗിക്കാൻ സാധിക്കണം? V3 ആണ് ഉപയോഗിക്കാൻ സാധിക്കുക. അപ്പോൾ ഗ്രാമറ്റിക്കലി നമുക്ക് അതിനെ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയാം. പ്രസന്റ് പെർഫെക്റ്റ്, ഹാവ് ഓർ ഹാസ് പ്ലസ് V3. അപ്പൊ ഒരു വെർബിന് 3 ഫോമുകളാണുള്ളത്: ബേസ് ഫോം, പാസ്റ്റ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബാണ് എന്ത് ചെയ്യുക? ഹാവിന്റെ കൂടെ ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ ഗോ, വെന്റ്, ഗാൺ. ഗോൺ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക? ഹാവിന്റെ കൂടെ ഉപയോഗിക്കാൻ സാധിക്കുക. മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്ലൂറൽ സബ്ജക്ട് വരുമ്പോൾ ഇൻക്ലൂഡിങ് ഐ വരുമ്പോഴാണ് ഹാവ് ഉപയോഗിക്കുക. അപ്പൊ ഐ ഹാവ് ഗോൺ ദർ, ഞാൻ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഓർ ഹാസ് പ്ലസ് V3 ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ എന്നുള്ളത് ജസ്റ്റ് കംപ്ലീറ്റഡ് ആക്ഷനെ പറയാൻ എന്ത് ചെയ്യുന്നു? നമ്മൾ
ഹാവ് ഓർ ഹാസ് പ്ലസ് V3 എന്ന് പറയും. ജസ്റ്റ് കംപ്ലീറ്റഡ്. ഫോർ എക്സാമ്പിൾ ഐ ഹാവ് ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് പറയുമ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഐ ഹാവ് ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ദാറ്റ് മീൻസ് ഐ ഹാവ് ഈറ്റൻ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്. ആൻഡ് ദേ ഹാവ് അറൈവ്ഡ്. ലെറ്റ് സ്റ്റാർട്ട് ദ മീറ്റിംഗ്. അവർ എത്തിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് അവരിപ്പോൾ അങ്ങോട്ട് വന്നിട്ടുണ്ട്, നമുക്ക് തുടങ്ങാം എന്നാണ് ആശയം. ദേ ഹാവ് അറൈവ്ഡ്. അല്ലാതെ അവിടെ ദേ റീച്ച്ഡ് എന്നല്ല, അത് പാസ്റ്റ് ആണ്. ദേ റീച്ച്ഡ് വരും, അല്ലെങ്കിൽ ദേ അറൈവ്ഡ്. അവിടെ എന്ത് ഉപയോഗിക്കുന്നത്? ദേ ഹാവ് അറൈവ്ഡ്. അവർ എത്തിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് എത്തിക്കഴിഞ്ഞ് അധികം നേരം ആയിട്ടില്ല എന്നാണ് ആശയം. ജസ്റ്റ് എപ്പോഴും എത്തി എന്നുള്ള ആശയം. ദേ ഹാവ് അറൈവ്ഡ്. അവർ എത്തിയിട്ടുണ്ട്. ലെറ്റ് സ്റ്റാർട്ട് ദ മീറ്റിംഗ്. നമുക്ക് മീറ്റിംഗ് തുടങ്ങാം. ദെൻ അനദർ എക്സാമ്പിൾ, വി ഹാവ് ഇൻവൈറ്റഡ് ദം. ഞങ്ങൾ അവരെ ക്ഷണിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് ആശയം. വി ഹാവ് ഇൻവൈറ്റഡ് ദം. ഇനി സിംഗുലർ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഇതിന്റെ ക്വസ്റ്റ്യനിലേക്കൊക്കെ പോകുമ്പോൾ ഹാവ് ഫസ്റ്റ് ഉപയോഗിക്കണം. ഇവിടെ മനസ്സിലാക്കണം, ഹാവ് പ്ലസ് V3 നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വെർബ് ഫോമുകൾ വരുമ്പോൾ അവിടെ ഡു പ്ലസ് ഹാവ് ആയിട്ട് ഉപയോഗിക്കേണ്ടതില്ല. ഹാവിനെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഓക്സിലറി ആയി ഉപയോഗിക്കാം. ഇപ്പോൾ ഹാവ് യു ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ്. ഡു യു ഹാവ് അങ്ങനെ ചോദിക്കില്ല. ഹാവ് യു ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ്. ഹാവ് യു ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ്. ഹാവ് യു ഈറ്റൺ ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടോ? യെസ്, ഐ ഹാവ് ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ്. അതെ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്. ദെൻ ഹാവ് ദേ അറൈവ്ഡ്. അവർ എത്തിയിട്ടുണ്ടോ? ദാറ്റ് മീൻസ് അവർ ഇപ്പോൾ എത്തിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഈ മൊമെന്റ് അവരെങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവർ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡിഡ് ദേ അറൈവ് അല്ല, ഹാവ് ദേ അറൈവ്ഡ് ആണ്. ഹാവ് ദേ അറൈവ്ഡ്. അവർ എത്തിയിട്ടുണ്ടോ? അപ്പോൾ യെസ്, ദേ ഹാവ് അറൈവ്ഡ്. ദേ ഹാവ് അറൈവ്ഡ്. ഇനി അവിടെ നെഗറ്റീവ് വരുമ്പോഴെന്താവും? ഹാവിൻ്റാവും വരിക. ദേ ഹാവൻറ്റ് അറൈവ്ഡ് യെറ്റ്, അല്ലെങ്കിൽ ദേ ഹാവൻറ്റ് അറൈവ്ഡ്. അവർ എത്തിയിട്ടില്ല. ദേ ഹാവൻറ്റ് അറൈവ്ഡ് യെറ്റ് മീൻസ് അവർ ഇതുവരേക്കും എത്തിയിട്ടില്ല. ഐ തിങ്ക് ദേ ആർ കമ്മിങ്. എനിക്ക് തോന്നുന്നു അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവൻറ്റ് ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഐ വുഡ് ലൈക്ക് ടു ഹാവ് സംതിങ്. ഞാൻ വല്ലതൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ഐ ഹാവൻറ്റ് ഹാഡ്. അവിടെ ഐ ഡിഡൻറ്റ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള പറഞ്ഞാൽ ശരിയാവില്ല. അത് മുമ്പത്തെ ഒരു സന്ദർഭത്തിൽ ഞാൻ കഴിച്ചില്ല എന്ന് ഇപ്പോൾ പറയുമ്പോൾ നമുക്ക് ഐ ഡിഡൻറ്റ് ഹാവ് പറയാം. ഇപ്പോൾ കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഐ ഹാവൻറ്റ് ഹാഡ് ആണ്. ഐ ഹാവൻറ്റ് ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല എന്നാണ് വരുന്നത്. ഓക്കെ, ഇവിടെയും നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ആദ്യമാണ്. അപ്പോൾ ഹാവൻറ്റ് ഫസ്റ്റ് ഉപയോഗിക്കണം. ഹാവൻറ്റ് യു ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ്. നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലേ? ഹാവൻറ്റ് ദേ അറൈവ്ഡ്. അവർ എത്തിയിട്ടില്ലേ? ആൻഡ് ഹാവിൻറ്റ് യു ഗോട്ട് ദ സാലറി. നിനക്ക് സാലറി കിട്ടിയിട്ടില്ലേ? അതൊക്കെ പ്രസന്റ് മൊമെന്റിൽ നമ്മൾ ചോദിക്കാം. മുമ്പ് കിട്ടിയതിനെ പറ്റിയില്ല, ഇപ്പോൾ കിട്ടിയിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റിലാണ് ചോദിക്കുന്നത്. ദാറ്റ് മീൻസ് ഹാവ് ഓർ ഹാസ് പ്ലസ് V3 ചോദിക്കുക. മനസ്സിലാക്കണം. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ സിംഗുലർ സബ്ജക്ട് വരുമ്പോൾ എന്താണ് ഒരു സംശയം നമുക്കില്ല. ഹാസ് ആണ് ഓക്സിലറി വരിക. അപ്പോൾ ഷീ ഹാസ് ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ്. അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്. ഷീ ഹാസ് ഹാഡ്. ആൻഡ് ഹി ഹാസ് ഫിനിഷ്ഡ് ഹിസ് വർക്ക്. അവൻ അവൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് റിട്ടേൺ. നമുക്ക് റിട്ടേൺ ചെയ്യാം, നമുക്ക് മടങ്ങാം. അപ്പോൾ ഹി ഹാസ് ഫിനിഷ്ഡ് ഹിസ് വർക്ക്. ആൻഡ് ഷീ ഹാസ് കംപ്ലീറ്റഡ് ഓർ ഷീ ഹാസ് ഫിനിഷ്ഡ് അവർ ഹോംവർക്ക്. അവൾ അവളുടെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ചോദ്യം അവിടെ ഹാസ് ഫസ്റ്റ് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഹാസ് ഷീ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ്. അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടോ? യെസ്, ഷീ ഹാസ് ഹാഡ്. അതെ, അവൾ കഴിച്ചിട്ടുണ്ട്. ഹാസ് ഹി ഫിനിഷ്ഡ് ഹിസ് വർക്ക്. അവൻ അവൻ്റെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ടോ? ഹാസ് ഹി ഫിനിഷ്ഡ്? യെസ്, ഹി ഹാസ് ഫിനിഷ്ഡ്. ഇനി അവിടെ നെഗറ്റീവ് വരുമ്പോൾ ഹാസിൻ്റെ ആയിരിക്കും വരിക. ഷീ ഹാസൻറ്റ് ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ്. അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഷീ ഹാസൻറ്റ് ഈറ്റൺ. ഷീ ഹാസൻറ്റ് ഹാഡ്. ആൻഡ് ഹി ഹാസൻറ്റ് അറൈവ്ഡ് യെറ്റ്. അവൻ ഇതുവരേക്കും വന്നിട്ടില്ല, എത്തിയിട്ടില്ല. ഹി ഹാസൻറ്റ് അറൈവ്ഡ് യെറ്റ്. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹാവ് ഓർ ഹാസ് പ്ലസ് V3. ദാറ്റ് മീൻസ് പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത് ജസ്റ്റ് കംപ്ലീറ്റഡ് ആക്ഷനെ പറയാനാണ്. അല്ലെങ്കിൽ പ്രസന്റിലും ഒരു ആക്ഷൻ നടന്നിട്ടില്ല എന്ന് പറയുമ്പോഴൊക്കെ എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. മറ്റൊരു സിറ്റുവേഷൻ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. ദാറ്റ് മീൻസ് ഹാവ് ഓർ ഹാസ് പ്ലസ് V3 ഉപയോഗിക്കുന്നത് ലൈഫ് ടൈം എക്സ്പീരിയൻസ് പറയാൻ എന്ത് ചെയ്യുന്നു? ഹാവ് ഓർ ഹാസ് പ്ലസ് V3 ആണ് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് സീൻ താജ്മഹൽ. ഞാൻ താജ്മഹൽ കണ്ടിട്ടുണ്ട്. ഐ ഹാവ് സീൻ താജ്മഹൽ. ആൻഡ് ദേ ഹാവ് വിസിറ്റഡ് ഡൽഹി. അവർ ഡൽഹി സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. എപ്പോൾ എന്ന് പറയുന്നില്ല. പാസ്റ്റിനെ കാണിക്കുന്ന ആഡ്വർബ് ഉപയോഗിക്കുമ്പോൾ അത് പാസ്റ്റിൽ പറയേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ദേ വിസിറ്റഡ് ഡൽഹി 2 years ago. അപ്പോൾ ദേ ഹാവ് വിസിറ്റഡ് പറയാൻ പറ്റില്ല, കാരണം 2 years ago അവിടെ വന്നുകൊണ്ട് ദേ വിസിറ്റഡ് എന്ന് പറയേണ്ടി വരും. അപ്പൊ ടൈം പറയാതെ ലൈഫ് എക്സ്പീരിയൻസ് അങ്ങനെ പറയുമ്പോൾ ദേ ഹാവ് വിസിറ്റഡ് ഡൽഹി. അവർ ഡൽഹി സന്ദർശിച്ചിട്ടുണ്ട്. ആൻഡ് അപ്പോൾ അത്തരം സിറ്റുവേഷനിലൊക്കെ എന്താണ് ഹാവ് ഓർ ഹാസ് പ്ലസ് V3 ആണ് ചോദിക്കുക. ചിലപ്പോൾ നമ്മൾ ഒരാളോട് ലൈഫ് എക്സ്പീരിയൻസ് ചോദിക്കും, നീ +2 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? സമയം ചോദിക്കാതെ നമ്മൾ ചോദിക്കുമ്പോൾ ഹാവ് യു കംപ്ലീറ്റഡ് +2 എന്നാണ് ചോദിക്കുക. ഹാവ് യു കംപ്ലീറ്റഡ്? യെസ്, ഐ ഹാവ് കംപ്ലീറ്റഡ്. ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ +2. അതെ, ഞാൻ +2 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴിഞ്ഞൊരു വർഷം മെൻഷൻ ചെയ്തുകൊണ്ട് പറയുമ്പോൾ ഐ കംപ്ലീറ്റഡ് എന്നാവും പറയുന്നത്. ഐ കംപ്ലീറ്റഡ് മൈ +2 ഇൻ 2003. 2003 ഞാൻ +2 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഐ കംപ്ലീറ്റഡ്
അവിടെ കഴിഞ്ഞൊരു ടൈം പറഞ്ഞുകൊണ്ട് ഐ കംപ്ലീറ്റഡ് എന്ന് പറയാം. അല്ലാതെ നമ്മൾ സമയമൊന്നും പറയാതെ നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് പറയുമ്പോൾ യെസ് ഐ ഹാവ് കംപ്ലീറ്റഡ് +2 എന്നാണ് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹാവ് ഓർ ഹാസ് പ്ലസ് നൗൺ ഓർ അഡ്ജക്റ്റീവ് വരുമ്പോൾ ഉണ്ട് എന്ന് പറയാൻ, പൊസഷനെ പറയാനും. ഇപ്പോൾ ഐ ഹാവ് ഡ്യൂട്ടി, ഹി ഹാസ് ക്ലാസ്, അവന് ക്ലാസ് ഉണ്ട്, ഷി ഹാസ് 2 ബ്രദേഴ്സ്, അവൾക്ക് 2 ബ്രദേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ട് എന്ന ആശയത്തിലേക്ക് നമുക്ക് അങ്ങനെ പറയാൻ ഹാവ് ഹാസ് ഉപയോഗിക്കാം. പിന്നെ ഹാവ് ഓർ ഹാസ് പ്ലസ് V3 ഉപയോഗിക്കുന്നത് ഒരു പ്രവർത്തനം ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ. ദാറ്റ് മീൻസ് ഒരു ആക്ഷൻ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ. ഓക്കെ, ഓൺ എക്സാമ്പിൾ ഹി ഹാസ് കംപ്ലീറ്റഡ് ഹിസ് വർക്ക്, അവൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ പറയുമ്പോൾ ആൻഡ് ഹി ഹാസ് ഈറ്റൺ ദിസ് ഫ്രൂട്ട്, അല്ലെങ്കിൽ ഹി ഹാസ് കം ഹിയർ, അവനോട് വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് അവനോട് ഒരു സമയം വന്നിട്ടുണ്ട് എന്നാണ്, ഹി ഹാസ് കം ഹിയർ, അവനോട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ത് ചെയ്യുക, വളരെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും എന്ത് ചെയ്യുക, വാച്ച് ചെയ്യുക, മനസ്സിലാക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബേസിക്സ് ആണ്. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനും എഴുതാനും ഒക്കെ സാധിക്കും. പിന്നെ നമുക്കത് പ്രാക്ടീസിലൂടെയാണ് നമുക്കതിൻ്റെ ഫ്ലുവൻസി കാര്യങ്ങളിലേക്കൊക്കെ എത്താൻ സാധിക്കുക. അപ്പോൾ നിരന്തരമായിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ആണ് എന്താ നമുക്ക് സ്കിൽ നേടാനുള്ള ഒരേ ഒരു മാർഗം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.